അച്ഛമ്മേ, ദേ സൗമിനി ടീച്ചർ വന്നിരിക്കണു. ഇത്ര പെട്ടെന്ന് ഒരു മാസമായോ? നിങ്ങൾക്ക് ഇനി തെണ്ടൽ നിർത്താറായില്ലേ ടീച്ചറെ? അതിപ്പോ കടപ്പുറത്ത് ഗാന്ധി സ്മാരകത്തിനുള്ള പണി തുടങ്ങിയിട്ടില്ലല്ലോ. 7 നിലയല്ലേ. ഇന്ദിരാഗാന്ധി വരണുണ്ട്. പ്രധാനമന്ത്രി തന്നെ വരണം എന്നാ സദനത്തിന്റെ തീരുമാനം. സദനത്തിൽ നിന്ന് സോപ്പും ചന്ദനത്തിരിയും കൊണ്ടുനടന്ന് വിറ്റേർന്ന സ്ത്രീയാ ഇവര്. ഇപ്പൊ സോപ്പും ഇല്ല, ചന്ദനത്തിരിയും ഇല്ല. സദനം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, അത്ര തന്നെ. നമസ്കാരം. വേണ്ട. ഡോക്ടർ ഗാന്ധി നാരായണപിള്ള. ഞാൻ ഉലഹന, തെക്കാ ദേശം. കുറേ കാലമായിട്ട് പരദേശിയ. വാർധയിലായിരുന്നു. 48 അവിടുന്ന് വിട്ടു. ബാപ്പുജിയുടെ ആശ്രമങ്ങളിലും സദനങ്ങളിലും ചെല്ലും. അറിയാവുന്ന തൊഴിലാളികളെയൊക്കെ പഠിപ്പിക്കും. അപ്പോഴാണ് നാഗ്പൂർ വെച്ച് രാമേന്ദ്രൻജി പറഞ്ഞ് ഡോക്ടർ ഗാന്ധി നാരായണപിള്ളയെ പറ്റി കേട്ടത്. ഇവിടെ ഒരു ഗ്രാമീണ വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന്. ഒരു സൗമിനിയുടെ കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. നേരെ ഇങ്ങോട്ട് പോകുന്നു. നമസ്കാരം. നമസ്കാരം. രാമേന്ദ്രൻജി പറഞ്ഞിട്ട് വന്നതാ. വലിയ സന്തോഷം. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ആരെങ്കിലും പറഞ്ഞേക്കാതിരിക്കില്ല എന്ന്. വരൂ മാഷെ, യാത്രാക്ഷീണം ഉണ്ടാവും. ഒന്ന് കുളിച്ച് വിശ്രമിച്ചോളൂ. വേണ്ട, ഞാൻ എടുക്കാം. വരൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാർ? തൊഴിലെടുക്കാനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഒക്കെ പാവങ്ങളാ. ആണുങ്ങൾ കടലിൽ പോവും, കിട്ടണ കാശൊക്കെ ഷാപ്പിലേക്ക്. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പട്ടിണിയിലാ. ഇതാ. എന്നാ 3 ബാച്ചായിട്ട് ട്രെയിനിങ് കൊടുക്കാം. താൻ ആളെ കൂട്ടിക്കോ. ഇവിടെ വെച്ചോളൂ. അപ്പോ കോഴിക്കോട് വരെ പോകേണ്ടി വരും. ഇവിടെ ഒന്നും ലേബൽ അടിക്കാൻ പ്രസ്സില്ല. ലേബലില്ലാതെ പുറത്തിറക്കിയ ഒരു ഭംഗി ഉണ്ടാവില്ല സോപ്പിന്. നൂല് കെട്ടാത്ത കുട്ടിയെ പോലിരിക്കും കണ്ട. അത്ര ദൂരമൊന്നും പോയി എനിക്ക് പരിചയമില്ല. അച്ഛൻ്റെ സ്ഥിതി കണ്ടില്ലേ? താൻ പേടിക്കണ്ടെന്നേ, ഞാൻ പോയിക്കോളാം. അതിരിക്കട്ടെ, സോപ്പിന് എന്ത് പേര് വേണമെന്നാ തൻ്റെ മനസ്സിൽ? ഓ, ലേബലൊക്കെ ആകുമ്പോൾ ഒരു പേര് വേണമല്ലേ? നിങ്ങൾ തന്നെ പറയൂ ഒരു പേര്. ആലോചിക്കാം. ബുക്ക് ബൈൻഡിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിച്ചാലോന്നുണ്ട്. ഞാൻ പഠിപ്പിക്കാം, എനിക്കറിയാം. രണ്ട് കൊല്ലം മുമ്പ് അച്ഛൻ തളർന്നു വീണപ്പോൾ കസ്തൂർബാ സദനവും തളർന്നു എന്നാണ് ഞാൻ കരുതിയത്. ഒരുമാതിരി പിടിച്ചു നിൽക്കായിരുന്നു. നാട്ടിലാകെ തൊഴിലില്ലായ്മയും പട്ടിണിയും.
ഇതൊക്കെ എങ്ങനെയാ സുഖമായി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക? എനിക്ക് പറ്റില്ല അത്. നഗ്നത മറയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സ്ത്രീക്ക് വസ്ത്രം പകുത്തു കൊടുത്തിട്ടാണ് ഗാന്ധിജി അർദ്ധനഗ്നനായ ഫക്കീറാവുന്നത്. അധികാരത്തിലുള്ളവർ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും പ്രവർത്തിക്കില്ല. കുറച്ചുപേരെങ്കിലും കഷ്ടപ്പെടണം ആ സ്വപ്നം സഫലമാക്കാൻ. അത് മതി, ഉണക്കം വെച്ചോ. ആ, ഇനി പഠിച്ചോളൂ, നന്നായിട്ട് ഇളക്കാം. ഇവിടെ നല്ല വാസന. ഇനിയിപ്പോ തിരക്ക് കൂടാണ്, നേരത്തെ വരണം. 2-3 ആളെ കൂടെ കൂട്ടിക്കോളൂ കേട്ടോ. ആൾക്കാർക്കൊക്കെ സോപ്പ് നല്ല ഇഷ്ടമായി അച്ഛാ. 2 ഡിസൈൻ ആയപ്പോ പത്രാസ് കൂടി. ഇങ്ങനെ പോവാന്ന് വെച്ചാല് ഓരോ സെറ്റ് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ചന്ദനത്തിരിക്കും ആവശ്യക്കാരുണ്ട്. ഇപ്പൊ പീഡിയക്കാരൻ വേണമെന്നാ പറയണേ. കേട് വരുത്തിയ ഗുരുവായൂർ പോകേണ്ടി വരും നന്നാക്കാൻ. ബാറ്ററി കൊണ്ട് താഴെ വെച്ചോ. ദിവാരേട്ടാ, ദിവാരേട്ടാ, ഇങ്ങോട്ട് ഈ ബെഞ്ചൊന്ന് പിടിച്ചു മാറ്റി. മൈക്ക് ടെസ്റ്റിംഗ്. ഓ, വോളിയം ലേശം ഒന്ന് കുറച്ച്. ഹലോ ഹലോ. ആ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. സൗമിനി ടീച്ചർ. നാട്ടിലെ 5-ലൊരംശം മനുഷ്യരല്ലാട്ടിയോടിക്കപ്പെടേണ്ടവരങ്ങയാൽ മദ്യത്തിനും വിദേശീയ വസ്ത്രത്തിനുമത്രേ വിധിക്കേണ്ടു തീണ്ടൽ വിശുദ്ധതേ. ഭിന്ന ഭിന്ന സമുദായ പുഷ്പങ്ങളീ മണ്ണിനൊരോമന മാലയായി തീരുവാൻ ചർക്കനൂൽ വിട്ടു മറ്റെന്തിനാൽ കോർത്തിടും സദ്ഗുരു ചോദിച്ചരുളുന്നു ഗാന്ധിജി. മദ്യവർജനം എന്നത് ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. യാതൊരു വിധത്തിലുള്ള ലഹരിപാനീയങ്ങൾക്കും നാം അടിപ്പെട്ടുകൂടാ. അതുപോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വവും സ്വാശ്രയത്വവും. സൗമിനി ടീച്ചറുടെയും ആദരണീയനായ ഗാന്ധിയനും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ ഗാന്ധി നാരായണ പിള്ള അവരുടെയും പരിശ്രമ ഫലമായി ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള കസ്തൂർബ സദനം സ്വാശ്രയ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിനൊട്ടാകെ എടുത്തു കാണിക്കാവുന്ന മികച്ചൊരു മാതൃകയാണ്. നമ്മൾ ആരെയും ആശ്രയിക്കാതെ, ആരെയും പേടിക്കാതെ ജീവിക്കണമെന്നുള്ളത് മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു. അത് നിറവേറ്റാൻ നമുക്ക് കഴിയണം.
ടീച്ചറെ, മരണം ജീവിതത്തിൽ ഒരു അനിവാര്യതയാണ്. ഡോക്ടർ പോയി എന്ന് വെച്ചിട്ട് നമുക്ക് പിന്തിരിയാൻ പറ്റില്ല. ഇനി താൻ വേണം ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ. തന്നെ ഒരു സാധാരണ സ്ത്രീയെ ഞാൻ കാണുന്നില്ല. താൻ പറയാറില്ലേ ഇവിടെ വലിയൊരു ഗാന്ധി സ്മാരകം ഉണ്ടാക്കണമെന്ന്? കരഞ്ഞിരിക്കാൻ തനിക്ക് അനുവാദമില്ല. നമുക്ക് മുന്നോട്ട് പോകണം. ചില പക്ഷികളുണ്ട്, ഒരു കാലം വരുമ്പോൾ അവർക്ക് ദേശാടനം ചെയ്യണം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യമില്ല. ഇതൊരു സ്ത്രീ നടത്തുന്ന സ്ത്രീകളുടെ സ്ഥാപനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ചെല്ലുന്നിടത്തൊക്കെ വേര് പിടിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെന്തോ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല മോഹമായിരുന്ന ഐസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക് ഒമ്പിച്ച് ഉദ്ഘാടന യോഗത്തിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വൈകുന്നേരം എന്താ ഗീതേ? ചെമ്മീൻ കമ്പനിയിൽ പണിക്ക് പോയാൽ മതിയെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. ഗീത പോയ ബുക്ക് ബൈൻഡിങ്ങിന് വേറൊരാളില്ല. ഇനിയൊരാൾ പഠിച്ചു വരുമ്പോഴേക്കും ഇഷ്ടണ്ടായിട്ടല്ല, വീട്ടിൽ നിന്ന് പറയുമ്പോൾ പിന്നെ കൂലിയും കൂടുതൽ കിട്ടുന്ന പോയവർ പറയണേ. അതും പ്രധാനമാണ്. ഐസ് ഫാക്ടറി തുടങ്ങിയപ്പോൾ കുറേ പേര് പോയി. ഇപ്പോൾ ചെമ്മീൻ കമ്പനി. പഠിപ്പ് നിർത്തിയിട്ട് ആളുകൾ പണിക്ക് പോണേ. ഇക്കണക്കിന് പോയാൽ സാധനത്തിൽ ആരും ഉണ്ടാവില്ല. ഉലഹന്നാൻ ചേട്ടൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ഞാനും പോകുന്നില്ല. നമ്മൾ നടത്തും ഈ സദനം. ചേട്ടനും സൗമിനി ടീച്ചറും എന്നൊന്നും സ്നേഹത്തിലാണളിയ. ആ കണ്ണുകൾ കൊണ്ടും കയ്യുകൾ കൊണ്ടും എന്നും കഥകളിയാണളിയ. താനാരോ തന്നാരം പിടി താനാരോ തന്നാരോ താനാരോ തന്നാരം പിടി താനാരോ സോപ്പുകൾ കഥ പറയുന്നു. ഉടൻ വരുന്നു സദനത്തിൽ ഒരു രാത്രി. ഉലകന്നാൻ ചേട്ടനും സൗമിനി ടീച്ചറും കൂടി ഗുരുവായൂർ കൃഷ്ണയിൽ കണ്ട സിനിമ ഏത്? നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല.
എനിക്കൊട്ടും പേടിയില്ലാന്നേ. കുറേ കാലമായി സദനത്തിൽ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അന്നത്തെ വരവ് ഞാൻ ഓർക്കണുണ്ട്. എല്ലാ പെണ്ണുങ്ങളും നൂല് ചുറ്റുന്ന നിർത്തി ഇഷ്ടത്തോടെ നിങ്ങളെ തന്നെ നോക്കി. നെഞ്ചിൽ ഷർട്ടിന്റെ ബട്ടൺ ഹോളിൽ ഒരു പൂ വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു പനിനീർ പൂവ്. ഇനി പുറത്ത് കിടക്കണ്ട. ഇപ്പോഴിവിടെ തന്നെയുണ്ട്. മതി. പോത്തിറച്ചിയുടെ മണ ഇതിന്. ഇക്കിടത്തെ സഹിക്കാൻ വയ്യ. 3 മുറി കച്ചയും മുന്നാഴി എണ്ണയും തന്ന സമ്മതക്കാരനൊന്നും അല്ലല്ലോ നിങ്ങൾ എനിക്ക്. ഞാനേ നല്ല കിരിയാത്ത നായരാ. തരണനെല്ലൂർ മരകിലെ അപ്പന എന്റെ അമ്മയുടെ അച്ഛൻ. ഇക്കിന് നിങ്ങളെ സഹിക്കാൻ വയ്യ. തൃപ്പയാറ്റ ഏകാദശി ആദ്യം, അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂര്, കടലാശ്ശേരി വാവാറാട്ട്, ആറാട്ടുപുഴ പൂരം, ഇരിങ്ങാലക്കുട ഉത്സവം, അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എനിക്കിന്ന് ഒരിക്കലാ കർക്കിടകത്തിലെ ഏകാദശി. കേളപ്പജി തിരുനാവായിലെ നിരാഹാരം കിടക്കാണ്. മാപ്പിളാര് തിരുമാന്താങ്കുന്നിൽ അമ്പലം പൊളിക്കാൻ പോവല്ലേ. വിനോബാബാജി വരണുണ്ട്. ചിലപ്പോ മഹാത്മജിയും വരും. രാജീവ് ഗാന്ധിയും വന്നൂന്ന് വരും. നാടൊട്ടൊക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സെൽഭരണല്ലേ നടക്കണത്. വന്ന് ഇപ്പൊ മാപ്പിളയാണോ രക്ഷയുണ്ട്, പറയാനാണോ രക്ഷയുണ്ട്, നായാടിക്കോ സ്വർഗരാജ്യം. വല്ലവന്റെ വിഴുപ്പലക്കി മുളകരിച്ച് എത്ര അമ്പലവാസി പെൺകുട്ടികളാ കഴിയണത്. ആരെങ്കിലും ഉണ്ടോ രക്ഷയ്ക്ക്? ഇല്ല, ആരും ഇല്ല. പറഞ്ഞില്ലാന്ന് വേണ്ട, ഞാൻ തിരുനാവായിക്ക് പോവാണ്. അവിടെ ആശ്രമത്തിൽ താമസിക്കും. ഇന്നെ കാക്കണ്ട, ഇനി ഈ ജന്മം ഇങ്ങോട്ട് മടക്കില്ല.
ആ കാരണവർക്ക് ഒരു 10 റുപ്യ കൊടുത്തേക്കും. നിങ്ങൾ ബ്രാഹ്മണനാ? നാട്ടിലെ 5-ലൊരംശം മനുഷ്യരെല്ലാട്ടിയോടിക്കപ്പെടേണ്ടവരങ്ങയാൽ മദ്യത്തിനും വിദേശീയ വസ്ത്രത്തിനുമത്രേ വിധിക്കേണ്ടു തീണ്ടൽ വിശുദ്ധതേ. ഭിന്ന ഭിന്ന സമുദായ പുഷ്പങ്ങളീ മണ്ണിനൊരോമന മാലയായി തീരുവാൻ ചർക്കനൂൽ വിട്ടു മറ്റെന്തിനാൽ കോർത്തിടും സദ്ഗുരു ചോദിച്ചരുളുന്നു ഗാന്ധിജി.